മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സർഗധാര കലാസാംസ്കാരിക ജീവകാരുണ്യ സംഘടനയുടെ വാർഷികാഘോഷം നടന്നു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തെന്നിന്ത്യൻ ചലച്ചിത്ര നടൻ ശങ്കർ വിശിഷ്ടാതിഥിയായി. മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സർഗധാര കലാസാംസ്കാരിക ജീവകാരുണ്യ സംഘടനയുടെ വാർഷികാഘോഷങ്ങൾ നടന്നു. പല്ലാരിമംഗലം സർഗധാര നഗറിലാണ് ചടങ്ങുകൾ നടന്നത്. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെ ഒന്നാമതാകാൻ കഴിയുന്നത്? സർഗധാരയെ പോലെയുള്ള നിരവധിയായ സംഘടനകൾ, പ്രവർത്തനങ്ങൾ ഇത്തരം കലാപരമായ, സാംസ്കാരികപരമായ, ചാരിറ്റിപരമായ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ നാട് വ്യത്യസ്തമായ രീതിയിലേക്ക് മുന്നേറിയതിൻ്റെയും ഭാഗമായിട്ടാണ്. അതിൻ്റെയൊന്നും ചരിത്രത്തിലേക്ക് ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അഭിനയിച്ചതിൻ്റെ പേരിൽ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്ന നാടാണ്. അവിടുന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് നമുക്ക് വളരാൻ കഴിയും. ആ വളർന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം ഒന്നിച്ചിരിക്കാൻ കഴിയുന്നത്, ഒന്നിച്ച് ആഘോഷിക്കാൻ കഴിയുന്നത്. അത് നിലനിർത്തുക എന്നുള്ളത് ജാതിക്ക്, മതത്തിന്, രാഷ്ട്രീയത്തിന് ഒക്കെ അപ്പുറത്തേക്ക് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം സംഘടനകൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകുന്നു. സർഗധാര കൂടുതൽ പ്രവർത്തനങ്ങളുമായി, ചാരിറ്റി പ്രവർത്തനങ്ങളുമായി, കലാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും നേരും. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ശങ്കർ വിശിഷ്ട അതിഥിയായി. ഇനി വരും കാലങ്ങളിലും നിങ്ങളെല്ലാവരും സഹകരിച്ച് നിൽക്കണം, എന്നാലേ ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഞാൻ അമൃത TV കണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്വാന്തനം എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ ശരിക്കും ഇതുപോലെ വയ്യാത്തവരും അങ്ങനെയുള്ള ഒരുപാട് പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ എവിടെ ചെല്ലുമ്പോൾ, ഞാൻ ഏത് പുറം രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും ഞാൻ ചാരിറ്റിയെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പോൾ ഞാൻ UK അവിടെയാണ് താമസിക്കുന്നത്, പോയി വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്, അവിടുത്തെ ഒരു പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 100 രൂപയെക്കാളും അധികമാണ്, 107 രൂപയാണ്. ഒരു 10 പൗണ്ട് കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വലിയ ഒരു തുകയായി മാറും. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇനിയും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറുതെ പറയുന്നില്ല, ഇതിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. വെറുതെ പറയുന്നില്ല, തീർച്ചയായിട്ടും ഏത് അവസരത്തിൽ എന്നെ വിളിച്ചാലും ഞാൻ ഇവിടെ വരും. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. തെക്കക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K മോഹൻകുമാർ മുഖ്യ അതിഥിയായിരുന്നു. സർഗധാര രക്ഷാധികാരി ഹരിദാസ് പല്ലാരിമംഗലം ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. സർഗധാര സെക്രട്ടറി ക്ലീറ്റസ് യേശുദാസ് സ്വാഗതം രേഖപ്പെടുത്തി. ട്രഷറർ ശ്രീലത ഹരി നന്ദി പറഞ്ഞു. സിനിമാ നിർമ്മാതാവ് മാവേലിക്കര മധുസൂദനൻ, ഡോക്ടർ K മോഹൻകുമാർ, ആടുജീവിതം ഫെയിം നജീബ് തുടങ്ങി നിരവധി കലാസാഹിത്യ പ്രവർത്തകരെയും മികച്ച കർഷകനെയും സർഗധാര ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് തിരുവാതിര, നൃത്തനൃത്യങ്ങൾ, ഏകാംഗ നാടകം എന്നിവ നടന്നു. CDNet ന്യൂസ്, മാവേലിക്കര.